ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അഗൈൻ ഒരു ബ്യൂട്ടി ഹോളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പേർപ്പിൾ എന്ന് വാങ്ങിച്ച കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണ്. ലൈക്ക് മേക്കപ്പ് പ്രോഡക്റ്റ് ഉണ്ട്, സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ്. കുറച്ച് ബൾക്കായിട്ട് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ കയ്യിലുള്ള എല്ലാ സാധന സാമഗ്രികളും കാലിയായിട്ടുണ്ട്. എന്നെ ഫോളോ ചെയ്യുന്നവരാണ് അറിയാൻ ഞാൻ എത്രത്തോളം സ്കിൻ കെയർ ഒക്കെ ഫാനായിരുന്നു, എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതൊക്കെ. 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ട്, ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട്. അതുവരെ ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ലായിരുന്നു. എന്തെങ്കിലും പ്രൊഡക്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാന്നുള്ള അല്ലാതെ പ്രോപ്പറായിട്ട് ഒരു സ്കിൻ കെയർ റുട്ടീനും ഞാൻ ഫോളോ ചെയ്യുന്നില്ല ഇപ്പോഴേ. അതിനനുസരിച്ച് സ്കിൻ കണ്ടീഷനൊക്കെ നല്ല ബോറായിട്ടുണ്ട് കേട്ടോ. ടാനൊക്കെ നല്ല വരുന്നുണ്ട്. പിന്നെ മേക്കപ്പൊക്കെ ഞാൻ അന്ന് വാങ്ങിച്ച മേക്കപ്പ് തന്നെയാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത്. ഇപ്പം തീരാനായിട്ടുണ്ട്. പിന്നെ കുറേ അതൊക്കെ പഴയതായിട്ടുണ്ട്. 2 വർഷമായില്ലേ, അപ്പോൾ കുറച്ച് എക്സ്പയർ ആവാനൊക്കെ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും എനിക്ക് പുതിയ എല്ലാ ഐറ്റംസും വേണം. സ്കിൻ കെയർ ഐറ്റംസും വേണം, പിന്നെ മേക്കപ്പ് ഐറ്റംസും ഒക്കെ വേണം. അപ്പോൾ ഈ ഒരു സമയത്ത് പിങ്ക് ഫ്രൈഡേ സെയിൽ ഉണ്ടായിരുന്നു നൈക്കയിൽ. പിന്നെ പേർപ്പിൾ ഐ ഹാർട്ട് ബ്യൂട്ടി സെയിൽ ഉണ്ടായിരുന്നു. അതിലൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നൈക്കയിൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ആ ഒരു സമയത്ത് സെയിലുള്ള സമയത്ത് വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പേർപ്പിളിൽ ഐ ഹാർട്ട് ബ്യൂട്ടി സെയിൽ നടക്കുന്ന സമയത്താണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഓഫറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രൈസ് മാക്സിമം കുറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ എല്ലാ സൈറ്റിലും എനിക്ക് വേണ്ട പ്രൊഡക്റ്റൊക്കെ കാർട്ട് ചെയ്യും. എന്നിട്ട് ഏതിനാണ് പ്രൈസ് കുറവ്, ഏതിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് എനിക്ക് ബെനിഫിറ്റ് എന്ന് നോക്കിയിട്ടുള്ളതാണ് ഞാൻ പർച്ചേസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ നൈക്കയിലും കുറേ പ്രോഡക്റ്റ് കാർട്ട് ചെയ്യും, എനിക്ക് വേണ്ടിയിട്ടുള്ളത് പേർപ്പിളിലും കാർട്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് എനിക്ക് ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നതും പ്രൈസ് കുറവുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഓർഡർ ചെയ്യാറുള്ളത്. സ്കിൻ കെയർ പ്രോഡക്റ്റൊക്കെ എനിക്ക് പേർപ്പിളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇഷ്ടം. മേക്കപ്പ് പ്രോഡക്റ്റൊക്കെ നൈക്കയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നൈക്കയിൽ നിന്ന് ഞാൻ കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടാവും. അത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇത് കാണുക. അപ്പോൾ എന്തായാലും നൈക്കയിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ പേർപ്പിൾ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചധികം തന്നെ പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് വലിയൊരു പ്രൈസ് ആയിട്ടില്ല കേട്ടോ. മേക്കപ്പ് പ്രോഡക്റ്റൊക്കെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര ആയിട്ടില്ല. എനിക്ക് വേണ്ട ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് നൈക്ക ഹോൾ ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ അന്ന് വാങ്ങിച്ച സാധനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയത് വാങ്ങിക്കാനുള്ള സമയമായി തോന്നിയതുകൊണ്ട് പുതിയത് വാങ്ങിച്ചാണ്. അപ്പോൾ നമുക്ക് 2 ബോക്സ് ഉണ്ട്. 2 അൺബോക്സ് ചെയ്യുന്നത് ഷോർട്സ് ഞാൻ ഇടുന്നതാണ്, ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാനിങ്ങനെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇത് ഞാൻ 2 ഓർഡർ ആയിട്ടാണ് പർപ്പിളിൽ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ബെനിഫിറ്റ്സ് ചിലപ്പോൾ 2 ഓർഡർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ 2 ഓർഡർ ആയിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്തെങ്കിലും ഗുണമുള്ളതേ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ ഗൈസ്. അപ്പോൾ ആദ്യം ഞാൻ ഓർഡർ ചെയ്തത് 966 രൂപക്ക് 9 സാധനങ്ങളാണ്. ഫസ്റ്റ് ഓർഡർ നോക്കാം അല്ലേ. ഇതാണ് ഫസ്റ്റ് ഓർഡർ വരുന്നത്. ആദ്യം തന്നെ ഞാൻ ഇതിലൊരു കോംബോ കാണിച്ചു തരാം. ഞാൻ മേക്കപ്പ് ഇത്തവണ ചൂസ് ചെയ്ത ബ്രാൻഡ് വന്നിട്ട് ഫേസസ് കാനഡ ആണ്. അതിൻ്റെ എല്ലാ പ്രൊഡക്റ്റും വാങ്ങിക്കണമെന്നാണ് വിചാരിച്ചത്. അതായത് ഫൗണ്ടേഷനും കോമ്പാക്റ്റ് പൗഡർ. കോമ്പാക്റ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പം എനിക്ക് തോന്നുന്നൊരു കോമ്പാക്റ്റ് കയ്യിലുള്ളത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടച്ച് ചെയ്തെടുത്താൽ അങ്ങനെ വേർക്കുന്ന പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടൊരു കോമ്പാക്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ടാവാറുണ്ട് അവരുടെ കോമ്പാക്റ്റിന്. പിന്നെ തരുന്ന ഒരു മസ്കാര ആയിരുന്നു എനിക്ക് മെയിനായിട്ട് വേണ്ടിയിരുന്നത്. ഐലൈനർ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഐലൈനർ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐലൈനറും വേണമെങ്കിൽ മതി എന്നൊക്കെ ഉള്ള കണ്ടീഷനിലായിരുന്നു. അപ്പം ഞാൻ നൈക്കയിലൊക്കെ നോക്കി. നൈക്കയിൽ ഞാൻ എനിക്ക് അത്യാവശ്യം വേണ്ട സാധനം മാത്രമേ കാർട്ട് ചെയ്തിട്ടുള്ളത്. അത് നല്ല പ്രൈസ് ഹൈ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പേർപ്പിളിൽ വന്ന് വെറുതെ നോക്കി. പേർപ്പിളിൽ സ്കിൻ കെയർ ഒക്കെ കാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടും ഈ ഒരു ബ്രാൻഡിൻ്റെ മേക്കപ്പ് നോക്കിയ സമയത്ത് കോംബോ കണ്ടു. ഞാൻ കോംബോ ഓഫറിൽ ഇതൊക്കെ ഉണ്ട്. നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങളും ഉണ്ട്. അത് തന്നെ ചൂസ് ചെയ്തു. ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു കോമ്പാക്റ്റ് പൗഡർ വന്നിട്ടുണ്ട്. ഏതാ ഷെയ്ഡ് വന്നിട്ട് കോമ്പാക്റ്റിൽ ഭയങ്കര ഷെയ്ഡൊന്നുമില്ല, കുറച്ച് ഷെയ്ഡ്സേ ഉള്ളൂ. നാച്ചുറൽ 02 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കോമ്പാക്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫൗണ്ടേഷന് മീഡിയം നാച്ചുറൽ 02 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു കാജൽ ഇതും 24 hour വാട്ടർ പ്രൂഫ് വിത്ത് ആൽമണ്ട് ഓയിൽ എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. പിന്നെ ഈ ഒരു മാഗ്നറ്റൈസ് ഐലൈനറും കൂടെ ആണ് കേട്ടോ കോംബോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷേ ഷെയ്ഡ് ഞാൻ കാർട്ട് ചെയ്തിട്ടുള്ള ഷെയ്ഡ്, ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഷെയ്ഡും ഇതിലുള്ള ഷെയ്ഡും കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു വാം അണ്ടർടോൺ ആയതുകൊണ്ട് ഞാൻ അതായിരുന്നു ചൂസ് ചെയ്തത്. പക്ഷേ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഷെയ്ഡാണ്.
മീഡിയം സ്കിൻ ടോണിനുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതന്നെ മതി എന്നൊക്കെ വിചാരിച്ച് ഇത് ഞാൻ ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്താരെയാണ് ഗൈസ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ ഒരു ഫൗണ്ടേഷൻ സൈസ് മിനിയാണ് ഞാൻ ഓർഡർ ചെയ്തതെന്നുള്ളത്. ഇതിൽ മിനിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനല്ലാതെ കറക്റ്റ് ചെയ്തത് വലിയ സൈസായിരുന്നു. പിന്നെ എന്തായാലും മിനി മതി. ഇനി അഥവാ ഷെയ്ഡ് മാച്ച് ആയില്ലെങ്കിലോ പെട്ടെന്ന് തന്നെ ചെറുതാകുമ്പോൾ പെട്ടെന്ന് തന്നെ തീരുമല്ലോ, അതല്ലേ നല്ലതെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അത് എനിക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ് കേട്ടോ. ഞാൻ വലിയ സൈസാണെന്നായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ പിന്നെ ഒന്നുകൂടി ഡീറ്റെയിൽസ് നോക്കിയ സമയത്താണ് മിനിയാണ് ഇതിലുള്ളതെന്ന് മനസ്സിലായത്. മീഡിയം സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ളൊരു കോംബോ ആണിത്. ഇതിൻ്റെ വേറെ ഉണ്ട് ഫെയർ സ്കിൻ ടോണിനുള്ളതും കോംബോ വരുന്നുണ്ട്. ഈ ഒരു കോംബോ പാക്കിന് എത്ര പ്രൈസ് വന്നത് ഞാൻ ഓർക്കുന്നില്ല. ഇതിലിപ്പോൾ ഓരോ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് 325 ഈ ഒരു ചെറിയ പാക്കിൻ്റെ MRP വരുന്നത്. അത് 231 രൂപക്കാണ്. പിന്നെ ഈ ഒരു കാജൽ 189 MRP, 134 കിട്ടിയിട്ടുള്ളത്. ഐലൈനർ 270 രൂപൻ്റെ ഐലൈനറാണ്. ഇത് 192 രൂപക്കാണ്. 225 കോമ്പാക്റ്റ് ആണ്. അത് 160 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കോമ്പാക്റ്റ് ഇതും എനിക്ക് ഒരു മസ്റ്റ് ഹാവ് ആയിരുന്നു. ഐലൈനർ വേണമെങ്കിൽ വാങ്ങിക്കാന്നുള്ളതായിരുന്നു. കാജൽ ഞാൻ ബ്രൗൺ വാങ്ങിക്കണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇത് കോമ്പോയിൽ ഇത് ഉള്ളതുകൊണ്ട് പിന്നെ ഇത് വാങ്ങിച്ചു. ബ്രൗൺ ഞാൻ വേറെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കാജൽ ഞാൻ വല്ലപ്പോഴും ഇടാറുള്ളത്, അത് ബ്രൗൺ ആണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റും. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് മാസിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിലാണ്. ബ്രൗൺ ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് സ്പൂളി വരുന്നുണ്ട്. അത്യാവശ്യം നല്ലതാണ്. ഇതിന് 149 രൂപയാണ്. ഇത് 130 കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫേസ് വാഷ്, ഇത് ഗുഡ് വൈബ്സിൻ്റെ ഡീറ്റ് ആൻഡ് ഗ്ലോ ഫേസ് വാഷ് ആണ്. ഇതെനിക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഇത്രയും വലിയ സാധനമാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഫുൾ സൈസ് ഉള്ള ബോട്ടിൽ ഫ്രീ. അതിൽ നമുക്ക് ഇതിനെ ചൂസ് ചെയ്യാനില്ലായിരുന്നു. പക്ഷെ ചിലതിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് എന്താ വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ളത്, എനിക്ക് വേറെ കുറേ പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലുണ്ടത് അതൊക്കെ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ സ്മിറ്റ് എന്നൊക്കെ കിട്ടുമ്പോൾ ട്രയൽ പാക്കാണ് ഫ്രീ ആയിട്ടുള്ളത് എന്നാണ്. പക്ഷേ ഇത് ഫുൾ സൈസുള്ള ഫേസ് വാഷ് ഏതായാലും വാങ്ങിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ഇനി കുറേ നാളത്തേക്ക് എനിക്ക് ഫേസ് വാഷ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. അത്രക്കും എനിക്ക് ഫേസ് വാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉത്തം റേഞ്ചിലുള്ള ഫേസ് വാഷ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഇത് ചൂസ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ചൂസ് ചെയ്യാനുണ്ടായിരുന്നു കളർ ഷെയ്ഡ്. പക്ഷേ എല്ലാം വലിയ നല്ല ഷെയ്ഡൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് കണ്ടോ, ഇങ്ങനത്തെ ഒരു പാക്കേജാണ്. ബ്ലാക്ക് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് ഇത്. ഇത് റെഡ് മെറൂൺ ഷെയ്ഡിൽ വരുന്നൊരു നമുക്ക് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ലൊരു അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നല്ല മാറ്റ് ഫിനിഷാണ്. ഞാൻ ഇത് അപ്ലൈ ചെയ്ത് നോക്കി. ഈ ഒരു ഷെയ്ഡ് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. ഇതെന്താ ചില്ലി പെപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഷെയ്ഡാണ്. പക്ഷേ എന്താ ഫ്രീ കിട്ടുന്നതല്ലേ, എന്തിന് കളയണം. ഇട്ടിട്ടും വലിയ ബോറൊന്നുമില്ല കേട്ടോ. ഓവർ റെഡായിട്ടൊന്നും നിൽക്കില്ല. നല്ലൊരു മാറ്റ് ഫിനിഷിൽ നല്ലൊരു ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മാർസിൻ്റെ ഈ ഒരു ലിപ്പ് ലൈനറാണ്. 2 ലിപ്പ് ലൈനർ. ഇതിന് 69 രൂപയുള്ളൂ ഗൈസ്. നൈക്കയിൽ നിന്ന് ഞാൻ ഇതിൻ്റെ വേറെ ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഷെയ്ഡ് വന്നിട്ട് ഇത് 04 ആണ്. ഇത് 10 ആണ് കേട്ടോ. 10 ആണ്. വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ്. ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ട് നല്ല ക്രീമി ആയിട്ട് നല്ല ഫിനിഷുള്ള ഒരു ലിപ്പ് ലൈനറാണ്. നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇത് കണ്ടിട്ട് ഒരു പിങ്കിഷ് ബ്രൗൺ ആണ്. ഇതൊരു പിങ്കിഷ് ബ്രൗൺ. മറ്റേതൊരു മോ കൈൻഡ് ഓഫ് ബ്രൗൺ. ഞാൻ നൈക്കാൻ വാങ്ങിച്ചത് ഓറഞ്ച് ബ്രൗൺ. മൂന്ന് ബ്രൗൺസ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റാണ് നമ്മുടെ ഫസ്റ്റ് ബോക്സിലുള്ളത്. അപ്പം ഞാനും ഇതൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമ്മളിപ്പോൾ ട്രൈ ചെയ്തില്ലേ. ഇനി ഈ ഒരു ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കിയില്ലല്ലോ, ഇത് മറന്നു പോയതാ കേട്ടോ. സ്വാച്ച് കാണിച്ചു തരാൻ. ഈ ഒരു റെഡ് ഷെയ്ഡാണ്. നല്ലൊരു അടിപൊളി പാർട്ടിക്കൊക്കെ നൈറ്റ് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഓപ്പൺ ചെയ്യാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഐബ്രോസ് ഫിൽ ചെയ്യാൻ പറ്റും. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. അത് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ബാക്കിൽ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ സ്പൂലി ഉണ്ട്. നമുക്ക് കോംബ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഐലൈനർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
റെഡ് പാക്കേജാണ് വരുന്നത്. നല്ല ഐലൈനറാണ് കേട്ടോ. അല്ല, നല്ല സംഭവമാണ്. എനിക്ക് ഇങ്ങനത്തേതാണ് ഇഷ്ടം. എനിക്ക് ഐലൈനർ എഴുതാൻ വലിയ പിടുത്തമില്ലാത്തതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ സുഖമായിട്ട് എഴുതാൻ പറ്റും, നൈസായിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ കൊളാക്കും. അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ടാവാറുണ്ട് ഫേസസ് കാനഡേൻ്റെത്. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ ഇത് ചൂസ് ചെയ്തത്. ഇത്രത്തോളം കാജലുണ്ട്, പൊട്ടിക്കുന്നില്ല. നല്ല കളറുണ്ട് കേട്ടോ, നല്ല സ്മൂത്ത്. ഈ ഫൗണ്ടേഷൻ ഞാൻ ഷെയ്ഡ് നോക്കിയിട്ട് പോലുമില്ല, എന്താണ് അവസ്ഥ എന്ന് ആർക്കറിയാം. പിന്നെ ഞാൻ കുറേ ലൈറ്റ് കളർ കൺസീലർ വാങ്ങിച്ചതുകൊണ്ട് ഡാർക്ക് ആണെങ്കിലും ഇത് പ്രശ്നമില്ല, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ അപ്ലൈ ചെയ്യാം. ഞാൻ അത്ര മേക്കപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ധാരണയില്ല. ഉള്ളത് എന്തൊക്കെ വെച്ച് അപ്ലൈ ചെയ്യാമെന്നല്ലാതെ വലിയൊരു ഐഡിയ അല്ല. ഇപ്പം എനിക്ക് മേക്കപ്പിനോടാണ്, സ്കിൻ കെയറിൻ്റെ കാട്ടിലും മേക്കപ്പിനോടാണ് എനിക്കിപ്പോൾ താല്പര്യം. നല്ല കളറാണ്, ഒരു ഓക്കെ കളറാണ്. ഇത് കുറേ പേരിങ്ങനെ പ്രൊമോഷൻ വീഡിയോ ചെയ്തത് കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊന്നല്ല ഞാൻ വാങ്ങിച്ചത്, അല്ലാതെ തന്നെ ഫേസസ് കാനഡ അത്യാവശ്യം നല്ല ഒരിതാണല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചാണ്. അപ്പം കോമ്പാക്റ്റ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു പാക്കേജാണ്. നല്ല ബ്യൂട്ടിഫുൾ ബ്ലാക്ക് പാക്കേജ്, അടിപൊളി പാക്കേജ് കേട്ടോ. അത്യാവശ്യം വലിയ സൈസുമാണ്. ഞാൻ വിചാരിച്ചു പ്രൈസ് കുറവുള്ളതുകൊണ്ട് ചെറിയ സൈസായിരിക്കും. അത്യാവശ്യം നല്ല സൈസുണ്ട്. ഇവിടെ മിറർ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ പഫ് വന്നിട്ട് നല്ല സോഫ്റ്റ് പഫാണ് കേട്ടോ വരുന്നത്. ഒരു ഗ്ലാസ് പേപ്പർ ഉണ്ടല്ലോ, നല്ലൊരു ഷെയ്ഡ്. ഇതെന്താ ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നില്ല. അപ്പം നമ്മൾ ഒരു ബോക്സ് നമ്മൾ നോക്കി കഴിഞ്ഞ് ഇനി സെക്കൻഡ് ബോക്സ് ആണ്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, ഞാൻ ഫസ്റ്റിലെ പറഞ്ഞിട്ട് പോയിട്ട് ഗൈസ്. എൻ്റെ സംസാരവും എൻ്റെ കാണിക്കലും ചിലപ്പം കളിയൊക്കെ ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോഡക്റ്റ് ഉണ്ട് ഗൈസ്. ഇതൊക്കെ കൂടെ കാണിച്ച് കഴിയുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. നമുക്ക് ഓരോ പ്രോഡക്റ്റ് ആയിട്ട് നോക്കാം. മുമ്പത്തെ ബോക്സിൽ അത്യാവശ്യം പ്രോഡക്റ്റ് കണ്ടില്ല, അതിലേക്കാട്ടിലും കൂടുതൽ പ്രോഡക്ട്സ് ഇതിലുണ്ട്. ഇതിൽ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസും കൂടെ ഉണ്ട്. ഇത് 1300 സംതിങ്ങിനാണ് ഇത്രയും പ്രോഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു ഫേസസ് കാനഡയുടെ കാജലാണ്. 12 hour വാട്ടർ പ്രൂഫ് ആൽമണ്ട് ഓയിൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേറൊന്ന് ഞാൻ അതിൽ കോംബോ ആയിട്ട് വാങ്ങിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ബ്രൗൺ കാജലാണ് എനിക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ ഇഷ്ടം കേട്ടോ. ഞാൻ കാജൽ വല്ലപ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ, പക്ഷേ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബ്രൗൺ ആണ് ഇഷ്ടം. അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ ആണ് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഈ ഒരു ബ്രൗൺ കളറാണ്. അപ്പോൾ ഇതിൻ്റെ MRP വന്നിട്ട് 249 രൂപയാണ്. 171 രൂപക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഞാൻ കോംബോ ആയിട്ട് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷേ 2 ഓർഡർ ആയിട്ടാണ്, 2 സെപ്പറേറ്റ് ആയിട്ടാണ് ഡീറ്റെയിൽസ് അവർ കൊടുക്കുന്നത്. ഇത് 2 കോംബോ ആയിരുന്നു, ഒരു നൈറ്റ് ക്രീമും ഒരു സിറം കൂടെ. അപ്പോൾ ഇത് കോംബോ ആയ സമയത്ത് നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ കാണുന്നില്ല. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തതുകൊണ്ട് ഓരോന്നിൻ്റെ പ്രൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇത് 350 രൂപേൻ്റെ നൈറ്റ് ക്രീമാണ്. ഇതിന് 255 രൂപയാണ്. പിന്നെ ഈ ഒരു സിറത്തിൻ്റെ പ്രൈസ് വന്നിട്ട് സിറത്തിന് 285 രൂപയാണ്. 207 രൂപക്കാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഒന്ന് കോജിക് ആസിഡ് 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീമാണ്. പിഗ്മെൻറ്റേഷൻ മാറാനും ടാന് മാറാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ. അതിന് നല്ലതാണെന്ന് ഞാൻ റിവ്യൂസൊക്കെ കണ്ടു. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് 50 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ്, ഒരു ഡബ്ബായിരിക്കും ഇത്. ഇതാണ് പാക്കേജ് വന്നിട്ട്. പ്ലാസ്റ്റിക് ഡബ്ബാണ് കേട്ടോ. ഞാൻ ഗ്ലാസ്സൊക്കെ പ്രതീക്ഷിച്ച് ഗൈസ്, എൻ്റെ തെറ്റ്, എൻ്റെ മാത്രം തെറ്റ്. അപ്പം ഇങ്ങനെ വന്നിട്ട് അയ്യേ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഭയങ്കര ഒരു സ്മെല്ല് കേട്ടോ. ഇത് എനിക്കിഷ്ടമല്ല. ഒരു മുല്ലപ്പൂവിൻ്റെ അങ്ങനത്തെ ടൈപ്പ് സ്മെല്ല് വരുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നൈറ്റിൽ യൂസ് ചെയ്യുന്ന ക്രീമാണ്. ലൈക്ക് മോയ്സ്ചറൈസറിനൊക്കെ പകരമായിട്ട്, പക്ഷേ ടാനൊക്കെ റിമൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വാങ്ങിച്ചാൽ എനിക്കിത് ഇവിടെയൊക്കെ പിഗ്മെൻറ്റഡ് ആണ്, നെറ്റി നല്ല പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇവൻ സ്കിൻ ടോൺ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഇത് ഫേസ് സീറാണ്. ഇതും അങ്ങനെ തന്നെ ഇംപ്രൂവ് സ്കിൻ ഹെൽപ്പ് റെഡ്യൂസ് ബ്ലെമിഷസ് ആണ്. കുത്തും കോമയൊക്കെ ഫേസിലുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇതും ഓൾസോ ടാന് പോകാൻ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു നോർമൽ സീറം ബോട്ടിലാണ്. പക്ഷേ ഈ ഡോക്കിൻ്റെ സീറത്തിൻ്റെ ബോട്ടിൽ ഇങ്ങനെ പമ്പ് ചെയ്യുന്നതാക്കിയിട്ടുണ്ടായിരുന്നു, അതായിരുന്നു സുഖം. പക്ഷേ ഇതിപ്പോൾ
ഡ്രോപ്പ് എടുക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരെണ്ണമുണ്ട്. നെക്സ്റ്റ് അഗൈൻ ഒരു സീറമാണ്. ഇത് ആൽഫ അർബുട്ടിൻ ഫേസ് സീറമാണ് ഫോർ നോർമൽ സ്കിന്ന്. ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. നല്ല മഴ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ലൈറ്റ് കുറച്ച് കുറവുണ്ട്. ഇത് ഞാൻ ഇത്രയും വലിയ സൈസുള്ളത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഞാൻ ചെറിയ ട്രയൽ പാക്ക് ആയിരിക്കും ഫ്രീ എന്നാണ് വിചാരിച്ചത്. എനിക്ക് വലിയ ഫുൾ സൈസുള്ള ബോട്ടിൽ തന്നെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു മസ്കാര ആണ്. ഇത് ഫേസസ് കാനഡയുടെ വോളിയമൈസിങ് മസ്കാര, വോളിയം എക്സ്ട്രീം മസ്കാരാണ്, വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നോർമൽ വാങ്ങിക്കാനായിരുന്നു വിചാരിച്ചത്, പക്ഷേ പിന്നെ വാങ്ങിക്കുമ്പോൾ ഏതായാലും വാട്ടർ പ്രൂഫ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും തടിയുള്ള ഒരു ബ്രഷാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് മാബ്ലിൻ്റെതായിരുന്നു യൂസ് ചെയ്തത്. അത് അത്യാവശ്യം നല്ലൊരു മസ്കാരായിരുന്നു. ഇത് യൂസ് ആക്കിയിട്ടില്ല. ഇത് യൂസ് ആക്കിയിട്ട് ഇതാണോ ഫേവറേറ്റ് ആവുക എന്നറിയില്ല. എന്തായാലും ഒരു നല്ല മസ്കാര ഉണ്ട്. ഈ മസ്കാരൻ്റെ MRP വരുന്നത് 449 രൂപയാണ്. ഞാൻ വാങ്ങിച്ചത് 252 രൂപക്കാണ് കേട്ടോ. പിന്നെ അഗൈൻ ഒരു ഫൗണ്ടേഷനാണ്. ഇത് ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷനാണ്, പക്ഷേ വേറൊരു ഫൗണ്ടേഷനാണ്. വെയ്റ്റ്ലെസ് മാറ്റ് ഫിനിഷ് ഫൗണ്ടേഷൻ ആണ്. ബ്ലാക്ക് പാക്കേജാണ് വരുന്നത്. നേരത്തെ കാണിച്ചത് ഇൻ-1 ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇത് 15 ml ആണ്. 126-നാണ് ഈ ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചത്. MRP വന്നിട്ട് 225 ആണ്. ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം ഇതാണ്. ഇത് ഗുഡ് വൈബ്സിൻ്റെ റോസി ഫേസ് മാസ്ക് ആണ്. നമുക്ക് വീക്കെൻഡിലോ വീക്ക്ലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മാസ്ക് ആണ്. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഫേവറേറ്റ് ആണ് ഇത്. എനിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫറൻസ് മനസ്സിലാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊരെണ്ണം വാങ്ങിച്ചു. 255 രൂപയാണ്. 196-നാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ. ഫേഷ്യൽ കിറ്റാണ്. ഡോക്കിൻ്റെ ഡാർക്ക് സ്പോട്ട് റിജക്ഷൻ ഫേഷ്യൽ കിറ്റാണ്. ഇത് വാങ്ങിച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല. കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നി, അങ്ങനെ വാങ്ങിച്ചു. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. 180 രൂപയാണ്. 120 രൂപക്കാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതൊക്കെ ഇതിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ആയിരിക്കും എൻ്റെ കൂടെ ഉണ്ടാവുക. അങ്ങനെ കുറേ പാക്കറ്റ്സ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 അങ്ങനെ കുറച്ച് ഇതാണുള്ളത്. ഒരു രണ്ട് തവണത്തേക്കുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇനി എനിക്ക് ഫ്രീ കിട്ടിയിട്ടുള്ള കുറച്ച് സംഭവമാണ്. ഒന്ന് ഫേസസ് കാനഡയുടെ മസ്കാരാണ് ഗൈസ് ഫ്രീ കിട്ടിയിട്ടുള്ളത്. അടിപൊളിയായിട്ട് നമുക്ക് എവരിഡേ യൂസിന് പറ്റിയിട്ടുള്ള മസ്കാരാണ്. വാട്ടർ പ്രൂഫ് ഒന്നല്ല. 449 രൂപയാണ് ഇത് വാങ്ങിക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെനിക്ക് ഇതാണ് ഫ്രീ കിട്ടിയതുകൊണ്ട് ഐ ആം ഹാപ്പി. ഇതാ ഇങ്ങനെ ഉള്ളത്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റിയിട്ടുള്ളൊരു മസ്കാരാണിത്. പിന്നെ ഒരു ഫേസ് വാഷ് എനിക്ക് ഫ്രീ കിട്ടി. ഇത് ഡെർമാക്കോൻ്റെ ഫേസ് വാഷാണ്. സാലിസിലിക് ആസിഡിൻ്റെ ജെൽ ഡെയിലി ഫേസ് വാഷാണ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രീ കിട്ടുമെന്നുള്ളത്. പക്ഷേ ഇത് ഞാൻ ചെറിയ സൈസാണ് പ്രതീക്ഷിച്ചത്. ഇത് 30 ml ഒരു സംഭവമാണ്. പിന്നെ ഈ ഒരു ഫേസ് വാഷ് ഫ്രീ ഉണ്ട്. ഇത് അക്കലോജിക്കൻ്റെ ഒരു ഫേസ് വാഷാണ്. 50 ml ഫേസ് വാഷാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ ഇപ്പോൾ സെയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസൊക്കെ കൂടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അടുത്തൊരു സെയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. കാർട്ടിൽ കയറ്റിയിട്ടാൽ മതി, വിഷ് ലിസ്റ്റ് ചെയ്തിട്ടാലൊക്കെ മതി. സെയിൽ വരുന്ന സമയത്ത് ഇങ്ങനത്തെ വാങ്ങിക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി മറ്റേ വീഡിയോ വരുന്നത് ഒരിക്കലും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.